ലോക്ഭവനിലേക്ക് 33% വനിതാ സംവരണം ഉടനെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളകൾ ഈ രാജ്യത്തിന്റെ സ്ത്രീകളെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാലഘട്ടം 2014 മുതൽ ഇന്ത്യയിലെ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഭരണകൂടത്തെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയുമാണ് നമ്മൾ കണ്ടത്. രാജ്യത്തുള്ള സ്ത്രീകളെ ഇതുപോലെ വഞ്ചിക്കുന്ന ഒരു സർക്കാർ, ഇതുപോലെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇതുപോലെ സ്ത്രീകളെ ഒരു ഉപകരണമാക്കി തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളാണ് രാജ്യമൊട്ടാകെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കേരളത്തിലും അതേപോലെ തന്നെ ഞങ്ങളും ഈ മുഖംമൂടി അഴിച്ചു മാറ്റുവാൻ വേണ്ടി, നരേന്ദ്രമോദിയുടെ മുഖംമൂടി കാറ്റിൽ പറത്താനായി ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, സ്ത്രീകളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കരുത്. ഇന്ത്യയിലെ സ്ത്രീകൾ വിഡ്ഢികളാകാൻ നിന്നുകൊടുക്കാത്തവരാണ്. ശരിയാണ്, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങളെ പോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും ഒക്കെ സ്വപ്നങ്ങളുണ്ട്. പാർലമെന്റിലും നിയമസഭകളിലും 33% സംവരണം നടപ്പിലാക്കി സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭയിലും അതിനുള്ള അവസരങ്ങൾ നൽകണം എന്നുള്ള സ്വപ്നം ഞങ്ങൾ ഒരുമിച്ച് കാണുകയാണ്. പക്ഷേ അതിനായി ഈ രാജ്യത്തെ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട്, ഒരു ഉപകരണമാക്കിക്കൊണ്ട്, ഒരു ടൂളാക്കി മാറ്റിക്കൊണ്ട് BJPയുടെ ഗൂഢലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണമാക്കി സ്ത്രീകളെ മാറ്റിയാൽ അതിന് നിന്നുകൊടുക്കാൻ സ്ത്രീകളും തയ്യാറല്ല. ഞങ്ങൾക്ക് ഭയമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഭയമില്ല, ഇന്ത്യ മുന്നണിക്ക് ഭയമില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഈ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ഞങ്ങൾ ചോദിക്കുന്നു, മഹിളാ കോൺഗ്രസ് ചോദിക്കുന്നു, ഈ രാജ്യത്തെ സ്ത്രീകൾ ചോദിക്കുന്നു, 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആ അംഗസംഖ്യയിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് 33% നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റും BJPയും നരേന്ദ്രമോദിയും തയ്യാറാകാത്തത് എന്ന് മഹിളാ കോൺഗ്രസ് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ നിയമസഭകളുടെ അംഗബലത്തിൽ എന്തുകൊണ്ടാണ് 33% നടപ്പിലാക്കാൻ നരേന്ദ്രമോദിയും BJPയും തയ്യാറാകാത്തത്? അതിന്റെ കാരണം ഇപ്പോൾ 543 നടപ്പിലാക്കാൻ എന്തുകൊണ്ട് അവർ തയ്യാറാവുന്നില്ല? RSS സ്ത്രീകളെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയാണ് കണക്കാക്കുന്നത്. ഈ രാജ്യത്ത് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയപ്പോൾ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് പഞ്ചായത്തുകളിൽ 33% എന്ന വലിയൊരു അംഗീകാരം രാജീവ് ഗാന്ധിയുടെ സ്വപ്നം നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് പാർട്ടി എവിടെയും സീറ്റ് കൂട്ടിയിട്ടല്ല നടപ്പിലാക്കിയത്, എവിടെയും 50% കൂട്ടിയിട്ട് ഞങ്ങൾ വനിതകൾക്ക് നൽകാം എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണോ അംഗസംഖ്യ, ആ അംഗസംഖ്യയുടെ 33% സ്ത്രീകൾക്ക് നൽകിയതാണ് രാജീവ് ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് നൽകിയ വലിയ ഒരു അംഗീകാരം. പക്ഷെ ഇപ്പോഴെന്താ, ഇവർ ഇപ്പോഴുള്ള 543 നൽകാതെ 2023 പാർലമെന്റ് ഒറ്റക്കെട്ടായി രാജ്യസഭയിലും ലോക്സഭയിലും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും എല്ലാവരും ഒന്നടങ്കം പാസാക്കിയ ഒരു നിയമം, അതൊന്ന് നോട്ടിഫൈ ചെയ്യാൻ പോലും 3 വർഷം. ഈ പാർലമെന്റ് നടന്ന സമയത്ത് കഴിഞ്ഞ 16-ാം തീയതിയാണ്, അതും രാത്രി 9:30 മണിക്കാണ് 2023 യുനാനിമസ് ആയി പാസാക്കിയ ഒരു ബില്ല് നോട്ടിഫൈ ചെയ്തത് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ വ്യക്തമാവുകയാണ് ഈ ഗവൺമെന്റിന്റെ പൊള്ളത്തരം. ഈ ഗവൺമെന്റും നരേന്ദ്രമോദിയും തന്നെയാണ്
വനിതാ സംവരണം തകർത്തത് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് പരാജയപ്പെട്ടപ്പോൾ ആ പരാജയം വലിയ വിജയത്തിന്റെ തുടക്കമാണ് എന്നുകൂടി ഈ രാജ്യം മനസ്സിലാക്കിയിരിക്കുകയാണ്.